അവൻ്റെ കാറ് കാണാനില്ല, പോയി കാണും, മൈഥിലി പറഞ്ഞു. എൻ്റെ സ്വഭാവം അവന് ശരിക്കും അറിയാം, അതായിരിക്കും നേരത്തെ പോയത്. രാജീവ്, നീ സൂക്ഷിക്കണം. എന്തു ചെയ്യാനും മടിക്കാത്തവനാണ് സന്ദീപ്. എനിക്കും ആ കാര്യത്തിൽ യാതൊരു മടിയുമില്ല. അവൻ എന്നോട് മത്സരിക്കട്ടെ, അപ്പോഴറിയാം ആരാണ് ജയിക്കുന്നതെന്ന്. രാഹുലിനൊപ്പം ദിലീപും വിവേകും ശില്പയും സൗമ്യവും അങ്ങോട്ട് വന്നു. നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതി, വിവേക് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോകുമോ? നിങ്ങൾ ബൈക്കിനല്ലേ വന്നത്? ബൈക്ക് എടുത്തില്ല, ഓട്ടോക്കാണ് വന്നത്. പോകുന്ന വഴി ഞങ്ങളെ വഴിയിൽ വിട്ടാൽ നന്നായിരുന്നു. ഷുവർ, ഒരു 2 വണ്ടിയുണ്ട്. രാജീവിൻ്റെ ഇന്നോവ, എൻ്റെ ടവേര. നമ്മൾ 8 പേരും 2 വാഹനത്തിലായി വളരെ ലാവിഷായി പോകാം. അതുപോലെ? രാഹുൽ ചിരിച്ചു. അത് മതി. പോകുന്ന വഴി ഞങ്ങൾ 2 പേരെയും വീട്ടിലിറക്കാൻ മറക്കണ്ട, മൈഥിലി പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയില്ലെങ്കിലും നിങ്ങളെ കൊണ്ടുപോയി വിടാതിരിക്കുമോ? നിങ്ങൾക്കൊക്കെ എവിടെ ഇറങ്ങേണ്ടത്? അവർ സ്ഥലം പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് ആളുകളെല്ലാം പോയി കഴിഞ്ഞു. രാജീവും രാഹുലും തങ്ങളുടെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഇന്നോവയിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് രാജീവ് ആ കാഴ്ച കണ്ടത്. കാറിന്റെ മുന്നിലെ ടയർ പഞ്ചർ. അവൻ ബാക്ക് വീൽ നോക്കി, അതും പഞ്ചർ. ഇന്നോവയുടെ 3 ടയറുകളും പഞ്ചർ. ഇരുമ്പുകമ്പി കൊണ്ട് കുത്തിയതുപോലെ ടയർ തുളഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. എനിക്കറിയാം, ഇത് അവൻ്റെ പണിയാണ്, സന്ദീപിൻ്റെ. രാജീവ് പല്ലിറമി. അവനിപ്പോൾ എൻ്റെ കൈ കിട്ടണം, കാറിൻ്റെ ബോണറ്റിൽ ഇടിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ വെളുക്കാതെ രക്ഷയില്ല. രാജീവ്, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ, എൻ്റെ കാറിൽ പോവാം. അതാ നല്ലതെന്ന് അവനും തോന്നി. അവർ രാഹുലിൻ്റെ ടവേറയിൽ കയറി. 8 പേർക്ക് ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. രാഹുൽ കാർ സ്റ്റാർട്ട് ചെയ്തു. അത് പതുക്കെ ഹോട്ടലിൻ്റെ വേ ഔട്ടിലൂടെ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഗാർഡനിലെ മരത്തിൻ്റെ മറവിൽ നിന്നും ഒരുത്തൻ പുറത്തേക്ക് വന്നു. അവൻ മൊബൈൽ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, അവർ പുറപ്പെട്ടിട്ടുണ്ട്, ചുവന്ന ടവേര. ശരി, ഓക്കെ. പിന്നെ പാർക്കിംഗ് പ്ലേസിലിരുന്ന ബൈക്കിൽ കയറി. സബ് ജയിലിൻ്റെ മുന്നിലൂടെ വന്ന കാർ ബൈപ്പാസിലേക്ക് കയറി. പിന്നെ BMH സർക്കിൾ ചുറ്റി പാഞ്ഞുപോയി. കാർ കളിപ്പൊയ്കയുടെ മുന്നിലെത്തി. പെട്ടെന്ന് കാറിൻ്റെ മുന്നിലേക്ക് എവിടെ നിന്നോ പൊട്ടി വീണതുപോലെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുലിന് ബ്രേക്ക് ചവിട്ടാൻ സമയം കിട്ടിയില്ല. കാർ അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അയ്യോ! കാറിലിരുന്ന പെൺകുട്ടികൾ ഒരേ ശബ്ദത്തിൽ നിലവിളിച്ചു. കാർ റോഡിന് നടുവിൽ വട്ടം കറങ്ങി നിന്നു. രാഹുൽ! രാജീവ് പരിഭ്രാന്തിയോടെ വിളിച്ചു. അയാൾ മരിച്ചെന്നാ തോന്നുന്നത്. മൈഥിലിയുടെ ശബ്ദം വിറപൂണ്ടിരുന്നു. കാറിനുള്ളിൽ ഭീകരമായൊരു നിശബ്ദത പരന്നു. ഇറങ്ങി നോക്കാം, അയാൾ മരിച്ചിട്ടില്ലെങ്കിലോ? വാ. രാജീവ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. പിന്നാലെ മറ്റുള്ളവരും. കുറച്ചു ദൂരെ മാറി റോഡിലൊരു മനുഷ്യൻ കിടക്കുന്നത് അവർ കണ്ടു. സൗമ്യയും ശില്പയും പേടിയോടെ കാറിലിരുന്നതേ ഉള്ളൂ. രാജീവ് അയാൾക്കരികിലേക്ക് ചെന്നു. മങ്ങിയ വെളിച്ചത്തിൽ ചോരയിൽ കുടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത ഇയാൾ ആരാണെന്ന് അറിയാമായിരുന്നു. അത് വേണ്ട, ഇയാൾ ചത്താ നമ്മൾ കുടുങ്ങും. കാറ്റ് പോയെന്നാ തോന്നുന്നു, നമുക്ക് സ്ഥലം വിടാം. ദൂരത്തു നിന്നും ഒരു പോലീസ് ജീപ്പിന്റെ സൈറൻ അവരുടെ കാതിൽ വന്നലച്ചു. ചതിച്ചു, പോലീസ് ഇതുവഴിയാണെന്ന് തോന്നുന്നു, നമ്മൾ കുടുങ്ങി. മൈഥിലി വിറച്ചു. ഒറ്റ വഴിയേ ഇയാളെടുത്ത് തടാകത്തിലേക്കിടാം, രാഹുൽ പറഞ്ഞു. ആലോചിക്കാൻ സമയമില്ല, ഇനി രക്ഷപ്പെടാൻ ഇതേ മാർഗമുള്ളൂ. രാഹുലും രാജീവും ചേർന്ന് വഴിയിൽ കിടന്ന അയാളെ എടുത്ത് കളിപ്പൊയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ എല്ലാവരും പാഞ്ഞു വന്ന് കാറിൽ കയറി. രാഹുൽ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഗിയർ തെന്നി മാറി. ആക്സിലേറ്റർ ഞെരിഞ്ഞു. ടവേര ഭ്രാന്തമായ വേഗതയിൽ പാഞ്ഞുപോയി. അയാൾ മരിച്ചോ ജീവിച്ചോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തൽക്കാലം ഈ സംഭവം മറ്റൊരാൾ അറിയാൻ പാടില്ല. കാറിനുള്ളിലെ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് രാജീവ് പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ കാറ് നന്നായി കഴുകിയിടണം. കാറിൻ്റെ ബമ്പറിൽ ചോര പറ്റിയിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. സത്യം പുറത്തു വന്നാൽ നമ്മൾ കുടുങ്ങില്ലേ രാജീവ്? തീർച്ചയായും. അയാൾ മരിച്ചുപോയ കൊലക്കുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. നിന്റെ ഡാഡി വിചാരിച്ചാൽ. രാഹുൽ രാജീവിനെ നോക്കി. നിങ്ങൾ പേടിക്കാതിരിക്കുക, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോയി അത് കഴിഞ്ഞ് മടങ്ങി വന്നു. എല്ലാം സാധാരണ പോലെ. നമുക്കൊന്നും അറിയില്ല. നമ്മുടെ കാർ ആരെയും ഇടിച്ചു വീഴ്ത്തിയിട്ടുമില്ല. മനസ്സിലായോ? മനസ്സിലായി, എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്.
അയാൾ എവിടെ നിന്നാണ് കാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. രാഹുലിന്റെ സംശയം തീർന്നിരുന്നില്ല. അയാളെ കാറിന്റെ മുന്നിലേക്ക് ആരോ തള്ളിവിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. മുൻ സീറ്റിലിരുന്ന സുനന്ദ പറഞ്ഞു. അതെ, സുനന്ദ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. തൽക്കാലം നമ്മളൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ആ സമയത്ത് ബൈപ്പാസ് റോഡിൽ നമ്മളല്ലാതെ മറ്റൊരു മനുഷ്യജീവി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, രാജീവ് എല്ലാവരോടുമായി പറഞ്ഞു. ചോർന്നു പോയ ധൈര്യം തിരികെ വന്നതുപോലെ അവർക്ക് തോന്നി. രാവിലെ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടാണ് രാജീവ് ഉണർന്നത്. രാഹുലാണ്. എന്താടാ രാവിലെ? രാജീവ്, നമ്മുടെ പ്രസാദ് മരിച്ചിട്ടില്ല. സിറ്റി ഹോസ്പിറ്റലിലെ ICUവിലുണ്ട്. റിയലി? അതെ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. സുജാത ആൻറ്റിയുമായി സംസാരിച്ചു. ബോധം വീണിട്ടില്ല. എങ്കിലും പേടിക്കാനൊന്നുമില്ലെന്നാണ് ആൻറ്റി പറഞ്ഞത്. രാഹുൽ, ഇന്നലെ രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. കളിപ്പുകയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ യാതൊരു തെളിവുമില്ല. എന്ത്? രാജീവ് ഞെട്ടിപ്പോയി. അതേടാ. അപ്പോൾ ഇന്നലെ കാറിടിച്ചിട്ട് അയാൾ എണീറ്റ് പോയോ? നമ്മളയാളെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞതല്ലേ? ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല. വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയ ആളെ ഏതെങ്കിലും വാഹനം രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. ഹാവൂ, ഇപ്പോഴാണ് ഒരാശ്വാസം കിട്ടിയത്. രാജീവ്, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഇതുവരെ കിടക്കയിൽ നിന്ന് എണീറ്റിട്ടില്ലടാ. 9 മണിയായിട്ടും? ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ കിടന്നത്. ഉടൻ വന്നേക്കാം. ഹോട്ടലിൽ ചെന്ന് കാർ എടുക്കണം. ഓക്കെ, നീ എത്തിയിട്ട് വിളിച്ചാൽ മതി. ശരി. ഈശ്വരൻ കാത്തു. ആരായിരുന്നാലും അയാൾ മരിക്കാതിരുന്നാൽ മതിയായിരുന്നു. ദിവസങ്ങൾ 3 കടന്നുപോയി. പ്രസാദിനെ കാണാൻ 4 സംഘം ഹോസ്പിറ്റലിലെത്തി. കൂട്ടുകാരെ കണ്ട അവൻ പുഞ്ചിരിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കിടക്കയിൽ അവന് സമീപം ഇരുന്നു കൊണ്ട് രാജീവ് ചോദിച്ചു. ഇല്ല, 2 കാലിലും പൊട്ടലുണ്ട്. കണ്ടില്ലേ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്? ഇത്രയുമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. 5 നിലയുടെ മുകളിൽ നിന്നും വീണിട്ട് സൂപ്പർമാനെ പോലെ രക്ഷപ്പെട്ടില്ലേ? എൻ്റെ ഭാഗ്യത്തിന് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് വീണത്. എൻ്റെ കുഞ്ഞിനെ ദൈവമാ മക്കളെ രക്ഷിച്ചത്. അടുത്തു നിന്ന് പ്രസാദിൻ്റെ അമ്മ പറഞ്ഞു. നിന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ പ്രസാദ്? അമ്മ മാറിയതും രാജീവ് ചോദിച്ചു. കറണ്ട് പോയപ്പോൾ ഞാൻ ബാൽക്കണിയിലായിരുന്നു. പെട്ടെന്ന് ആരും എന്നെ പിടിക്കുന്നത് പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് ആ സന്ദീപിനെയാണ് സംശയം. അവൻ ഹാളിലുണ്ടായിരുന്നു. ഞാൻ അവനെ കണ്ടതാ. ആലോചനയോടെ പ്രസാദ് പറഞ്ഞു. നിനക്ക് സുഖമാവട്ടെ. എന്നിട്ട് നമുക്ക് അവനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാം. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. എന്താവശ്യത്തിന് ഞങ്ങളുണ്ട്. പോയിട്ട് വരാം. 2 കാറുകളിലായി അവർ കയറി. രാജീവ്, ഞാൻ ആലോചിച്ചതേ കാറിടിച്ച ആ മനുഷ്യന് എന്ത് പറ്റിയെന്നാണ്. മൈഥിലി പറഞ്ഞു. അയാൾ രക്ഷപ്പെട്ടു കാണും. 3 ദിവസമായില്ലേ. എന്നാലും മനസ്സിലൊരു പേടി പോലെ. പേടി? നിനക്ക് വേറൊന്നും ആലോചിക്കാനില്ലേ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യമാണ്. എന്തു കാര്യം? പ്രസാദിന്റെ ചികിത്സയ്ക്കായി കോളേജിൽ നിന്നും കുറച്ച് ഫണ്ട് സംഘടിപ്പിക്കണം. കുട്ടികളും അധ്യാപകരും സഹായിക്കാതിരിക്കില്ല. അതൊരു നല്ല ഐഡിയ ആണ്. ആ കുടുംബത്തിന് അതൊരു സഹായമാവുകയും ചെയ്യും. പിന്നെ രാജീവ്, ഇന്ന് കോളേജിൽ വെച്ച് ഞാൻ അവനെ കണ്ടു, സന്ദീപിനെ. രാജീവ് പെട്ടെന്ന് കാർ നിർത്തി. എന്താ കാർ നിർത്തിയത്? അവൻ്റെ പേര് കേട്ടാ എനിക്ക് ദേഷ്യം വരും. പ്രസാദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ. ഞങ്ങൾ അവനെ ഒന്ന് നന്നായി കാണുന്നുണ്ട്. അതൊന്നും വേണ്ട രാജീവ്. സന്ദീപിൻ്റെ അച്ഛൻ ഒരു MP ആണെന്ന് അറിയാമല്ലോ. അയാൾ അടങ്ങിയിരിക്കുമോ? MP? അയാൾ ഭൂലോക കള്ളനാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. പിന്നെ എൻ്റെ ഡാഡിയും അത്ര മോശക്കാരനൊന്നുമല്ല. രാഷ്ട്രീയക്കാരൻ വിചാരിച്ച പോലീസുകാരനെ ഏത് ഗോകർണത്തേക്കും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ കഴിയുമെന്ന കാര്യം രാജീവ് മറക്കരുത്. ഒരു നിമിഷം അവൻ നിശബ്ദനായി. മൈഥിലി പറയുന്നതിലും കാര്യമുണ്ട്. ഡാഡി ഈ സിറ്റിയിലില്ലെങ്കിൽ താൻ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടത്താൻ വിഷമിക്കും. പോകാം. രാജീവ് കാർ മുന്നോട്ടെടുത്തു. ബൈപ്പാസ് റോഡിലൂടെ കാർ കളിപ്പൊയ്കയുടെ സമീപം എത്തിയതും രാജീവ് കാർ റോഡ് സൈഡിൽ നിർത്തി. ഇവിടെ വച്ചാണ് കാർ അയാളെ തട്ടിത്തെറിപ്പിച്ചത്. ഡോർ തുറന്ന് രാജീവ് പുറത്തിറങ്ങി. ആ സംഭവത്തിന് ശേഷം ഇന്നാണ് ആദ്യമായി ഈ വഴിക്ക് വരുന്നത് തന്നെ. മനസ്സിൽ വല്ലാത്ത കുറ്റബോധമായിരുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് രാജീവ് പറഞ്ഞു. മൈഥിലിയും പുറത്തിറങ്ങി. അവരുടെ കാറിന് പിന്നിലായി രാഹുൽ കാർ കൊണ്ടുവന്ന് നിർത്തി. രാഹുലും സുനന്ദയും കാറിൽ നിന്നിറങ്ങി. നിങ്ങൾ ഈ വഴിക്ക് തന്നെയാണോ വന്നത്?
ഇവിടെ വരണമെന്ന് ഇവൾക്ക് നിർബന്ധം. അതുകൊണ്ടാ കാർ നിർത്തിയത്. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. രാഹുൽ, ഞങ്ങൾ പോവട്ടെ? രാജീവും മൈഥിലിയും ഇന്നോവയിൽ കയറി. ചാറ്റൽ മഴയിലൂടെ അത് പാഞ്ഞുപോയി. നമുക്കും പോകാം രാഹുൽ, മഴ തുടങ്ങി. അവർ ഓടി കാറിൽ കയറി. നിന്റെ മമ്മി എന്നെ കണ്ടിട്ട് ഒരു വിഷു പോലും ചെയ്തില്ല. അത് രാഹുലിന് തോന്നുന്നതാ. മമ്മി ഏതോ ഓപ്പറേഷൻ്റെ ടെൻഷനിലായിരുന്നു. അതൊന്നുമല്ല, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിൽ മമ്മിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാം അയാളുടെ കളികളാ, നിന്റെ രണ്ടാനച്ഛൻ പ്രതാപൻ്റെ. ഒക്കെ വെറുതെയാ രാഹുൽ. നമുക്ക് രണ്ടാൾക്കും ഒരു ജോലി ആയിക്കഴിഞ്ഞാൽ മമ്മി തന്നെ വിവാഹം നടത്തി തരും. ഗോമതി ആൻറ്റിയോട് മമ്മി പറഞ്ഞിട്ടുണ്ട്. മൈഥിലിയാ പറഞ്ഞത്. റിയലി? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പാവം സുജാത ആൻറ്റി, ഞാൻ തെറ്റിദ്ധരിച്ചു. എത്രയും വേഗം നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അതെന്താ? അയാളുടെ നോട്ടവും ഭാവവും എനിക്ക് പേടിയാ. ഏത് നിമിഷമാ അയാളെന്നെ റേപ്പ് ചെയ്യുന്നതെന്ന എൻ്റെ പേടി. എങ്കിലന്ന് എൻ്റെ കൈകൊണ്ടായിരിക്കും അയാളുടെ മരണം. നീ സൂക്ഷിക്കണം. മമ്മിയോട് പറയാമായിരുന്നില്ലേ? എത്ര തവണ. പക്ഷേ മമ്മിയും നിസ്സഹായയാണ്. കാരണം? എനിക്കറിയില്ല. അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാൻ ഞാൻ ആകുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ നടന്നില്ല. എനിക്ക് തോന്നുന്നത് നിന്റെ മമ്മിയെ ഭീഷണിപ്പെടുത്തി സ്വത്തുക്കളെല്ലാം അയാൾ സ്വന്തം പേരിലാക്കി കാണുമെന്നാ. അതായിരിക്കും മമ്മിക്ക് വോയിസ് ഇല്ലാത്തത്. അങ്ങനെയാകാൻ വഴിയില്ല. പപ്പ നാടുവിട്ടു പോയെങ്കിലും കുറേ സ്വത്തുക്കളൊക്കെ പപ്പയുടെ പേരിലാണ്. ബാക്കി മുഴുവൻ എൻ്റെ പേരിലും. വീടും സ്ഥലവും മാത്രമേ മമ്മിയുടെ പേരിലുള്ളൂ. മതിയല്ലോ. ഇന്നത്തെ വിലയ്ക്ക് 2 കോടിയിലധികം കിട്ടും. അയാൾക്കത് സ്വന്തം പേരിൽ കിട്ടിയാലും ലോട്ടറി അടിച്ചതുപോലെയല്ലേ? എന്തോ എനിക്കൊന്നും അറിയില്ല രാഹുൽ. ആകെ പേടിയാണ്. അവൾ അവൻ്റെ വശത്തിലേക്ക് ചാഞ്ഞു. പെണ്ണെ, എൻ്റെ കൺട്രോൾ പോയ കാറിൻ്റെ കൺട്രോളും പോകും. ഇടത് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു രാഹുൽ. റോഡിൽ നോക്കി വണ്ടി ഓടിക്കും മോനെ. അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൾ പറഞ്ഞു. രാജീവ് മൈഥിലിയെ അവളുടെ വീടിന് മുൻപിൽ ഇറക്കി. പോട്ടെ പേൾ വ്യൂ വിശ്വനാഥൻ്റെ മോളെ. രാജീവ് കൈവീശി. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ചോദിക്കാൻ മറന്നു, ബിസിനസ് ടൂർ കഴിഞ്ഞ് നിന്റെ ഡാഡി മടങ്ങിയെത്തിയോ? എത്തി, ഓഫീസിൽ പോയി കാണും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വിശ്വനാഥൻ നിൽക്കുന്നത് രാജീവ് കണ്ടു. നിന്റെ ഡാഡി വീട്ടിലുണ്ട്, ഞാൻ പോട്ടെ. അവൻ വേഗം കാറോടിച്ചു പോയി. മൈഥിലി അകത്തേക്ക് കയറിയപ്പോൾ അപ്സ്റ്റേറിൽ നിന്നും വിശ്വനാഥൻ താഴേക്ക് ഇറങ്ങി വന്നു. ഡാഡി ഇന്ന് പോയില്ലേ? ഇല്ല. നിനക്ക് ഞാൻ കാർ വാങ്ങി തന്നിട്ടുണ്ടല്ലോ. ഡ്രൈവിംഗും അറിയാം, ലൈസൻസും ഉണ്ട്. പിന്നെന്താ കാർ എടുക്കാതെ പോയത്? അത് ഡാഡി, കാറിൽ പോയാൽ കോളേജിൽ പോകുന്നൊരു ത്രില്ല് കിട്ടില്ല. കമ്മീഷണറുടെ മോൻ്റെ കാറിൽ വന്നാലോ ത്രില്ലുള്ള മോളെ? ഡാഡി ഞാൻ... വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എല്ലാം മമ്മി പറഞ്ഞു. കുറേയൊക്കെ എനിക്കും അറിയാം. നിന്റെ ഇഷ്ടത്തിന് ഡാഡി എതിരല്ല. പക്ഷേ ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞ് വിവാഹം. എന്താ, അതുപോലെ? താങ്ക് യു ഡാഡി. അവൾ വിശ്വനാഥനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൾക്ക് പറ്റിയ ഡാഡി. ചായയുമായി വന്ന് ഗോമതി പറഞ്ഞു. ആ കമ്മീഷണർ സമ്മതിക്കുമോ മോളെ? പേൾ വ്യൂ വിശ്വനാഥൻ്റെ മകളെ മരുമകളായി കിട്ടാൻ ഏതച്ഛനാ ഡാഡി കൊതിക്കാത്തെ? ഡാഡിയെ ഇത്രയ്ക്ക് പൊക്കണോ മോളെ? ഈ മമ്മി പുന്നാരിച്ച് മകളെ വഷളാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തനാ. ഇനി ചീത്തപ്പേര് കൂടി കേൾപ്പിക്കാനേ ബാക്കിയുള്ളൂ. നീ പോടി, അവൾ എൻ്റെ മോളാ അല്ലേ മോളെ? വിശ്വനാഥൻ മകളുടെ നെറുകയിൽ അരുമയോടെ തലോടി. മോള് ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റ്, ചെന്നാട്ടെ. മൈഥിലി സന്തോഷത്തോടെ അകത്തേക്ക് പോയി. വിവാഹത്തിന് മുമ്പ് മോക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ... ഗോമതി ഒന്ന് നിർത്തി. ഇത് പഴയ കാലമൊന്നുമല്ല ഗോമതി. ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ഉണ്ട്. അവരിൽ നിന്നും അരുതാത്തതൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഗോമതി അകത്തേക്ക് പോയി. 2 മാസങ്ങൾക്ക് ശേഷം ഒരു പകൽ രാഹുലും സുനന്ദയും കയറിയ ചുവന്ന ടവേരയും കാത്ത് വഴിയരികിൽ ഒരു ബൊലേറോ ജീപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ ദൂരെ നിന്നും ടവേര പാഞ്ഞു വരുന്നത് വണ്ടിയിലിരുന്ന മനുഷ്യൻ കണ്ടു. അയാൾ സ്റ്റിക്കർ ഒട്ടിച്ച സൈഡ് ഗ്ലാസ് താഴ്ത്തി, തൊപ്പി വെച്ച് തല പുറത്തേക്ക് നീണ്ടു.
മുഖത്ത് കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ ടവേരയുടെ നമ്പർ പ്ലേറ്റിൽ ഉടക്കി. എല്ലാം വ്യക്തമായ മട്ടിൽ തലയെന്ന് വെട്ടിച്ചു. അയാളുടെ അണപ്പല്ല് ഞെരിഞ്ഞു. ടവേര അയാളെ മറികടന്നു പോയതും അയാൾ ജീപ്പിന്റെ സൈഡ് ഗ്ലാസ് താഴ്ത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം രാത്രി സുനന്ദ കുളിമുറിയിലായിരുന്നു. ഷവറിനടിയിൽ നിന്നപ്പോൾ ഒരു പ്രത്യേക സുഖം. അവൾ കുളി കഴിഞ്ഞ് ടർക്കി ഉടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. നിലക്കണ്ണാടിയിൽ ചോര ഒലിക്കുന്ന അക്ഷരങ്ങൾ. ഡിസംബർ 31, വെള്ളിയാഴ്ച. എന്ത് ചെയ്യണമെന്നറിയാതെ സുനന്ദ അമ്പരന്ന് നിന്നു. ആ സംഭവം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ട് മാസങ്ങളായി. പക്ഷെ ഇപ്പോൾ ആരാണ് കണ്ണാടിയുടെ ഗ്ലാസ്സിൽ എഴുതിയത്? അവളുടെ മനസ്സിനെ അകാരണമായൊരു ഭീതി വലയം ചെയ്തു. മുറിക്കുള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നൽ വന്നതും അവൾ വേഗം ഡ്രസ്സ് മാറ്റി. മോളെ! അപ്പുറത്തു നിന്നും മമ്മി വിളിക്കുന്നത് കേട്ടതും സുനന്ദ ആശ്വാസത്തോടെ അങ്ങോട്ട് ചെന്നു. തങ്ങൾ 8 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം മറ്റൊരാൾക്ക് കൂടി അറിയാമെന്നല്ലേ ആ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്? ആരായിരിക്കും അത്? രാഹുലിനെ വിളിക്കണം. മൊബൈൽ എടുക്കാനായി അവൾ തിരിച്ച് മുറിയിലേക്ക് ചെന്നു. മേശപ്പുറത്തു നിന്നും ഫോൺ എടുത്ത് തിരിഞ്ഞു നോക്കിയ സുനന്ദ തലയിൽ പാമ്പ് കുത്തിയതുപോലെ തറഞ്ഞു നിന്നുപോയി. നിലക്കണ്ണാടിയിൽ എഴുതിയിരുന്ന അക്ഷരങ്ങൾ കാണാനില്ല. ആരോ അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ പെട്ടെന്ന് മുറിക്ക് പുറത്തു ചാടി. മോളെ, നിനക്ക് ഫോൺ! വീണ്ടും മമ്മിയുടെ ശബ്ദം. അവൾ ഓടിച്ചെന്ന് റിസീവർ വാങ്ങി. നിനക്ക് എന്താ മോളെ പറ്റിയത്? കുളിച്ചിട്ട് മുടിയിലെ വെള്ളവും തുടച്ചു കളഞ്ഞിട്ടില്ലല്ലോ. ഹലോ, അവൾ ഭീതിയോടെ മന്ത്രിച്ചു. സുനന്ദയല്ലേ? ഡോക്ടർ സുജാതയുടെ മകൾ? അതെ, നിങ്ങൾ ആരാണ്? ഇന്നു രാത്രി നിന്നെ കൊല്ലും. ഡിസംബർ 31 ഓർമ്മയില്ലേ? ബാഡ് നൈറ്റ്. നിങ്ങൾ ആരാണ്? അവളുടെ ശബ്ദം വിറച്ചു. പക്ഷേ അതിനു മുമ്പ് ലൈൻ കട്ടായി. ആരാ മോളെ? ടർക്കി ടവലുമായി വന്ന സുജാത തിരക്കി. ഏതോ ശിവരാമന്റെ വീട് ചോദിക്കുന്നു. റോങ് നമ്പറാ മമ്മി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മമ്മിക്ക് തോന്നുന്നതാ. മുടിയിലെ വെള്ളം നന്നായി തുടച്ചില്ലെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ മോള് കേൾക്കില്ല. മുടി തുടച്ചുകൊണ്ട് സുജാത പറഞ്ഞു. മതി മമ്മി, ഞാനൊന്ന് കിടക്കട്ടെ. ചെറിയൊരു തലവേദന. ബാം എടുത്ത് പോരട്ടെ, അല്ലെങ്കിൽ ടാബ്ലറ്റ് തരാം? ഒന്നും വേണ്ട, കിടന്നാൽ മതി, മാറും. സുനന്ദ വേഗം മുറിയിലേക്ക് പോയി. അവൾ പേടിയോടെ ചുറ്റും നോക്കി. ഈ വീടിനുള്ളിൽ എവിടെയോ അജ്ഞാതനായ അയാൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾ ഭയന്നു. അവൾ രാഹുലിനെ വിളിച്ചു. എന്താ? രാഹുൽ, എനിക്ക് ആകെ പേടിയാവുന്നു. ഉണ്ടായതെല്ലാം ഒറ്റ ശ്വാസത്തിൽ അവൾ അവനോട് പറഞ്ഞു. അയാൾ ആരാണെന്ന് നിനക്ക് വല്ല ഊഹവും? ഇല്ല, എനിക്കൊന്നും അറിയില്ല. നമ്മൾ മറന്നു തുടങ്ങിയ ആ രഹസ്യം മറ്റാർക്കോ അറിയാം. അയാളെന്നെ കൊല്ലും, ഉറപ്പാ. സുനന്ദ കരയാൻ തുടങ്ങിയിരുന്നു. നീ പേടിക്കാതെ, ഞാൻ രാജീവിനെ വിളിച്ച് സംസാരിക്കാം. അവൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാതിരിക്കില്ല. നീ മുറിയിലെ ജനലും വാതിലും നന്നായി അടച്ച് ബോൾട്ട് ഇടണം. ആരാണെന്നറിയാതെ വാതിൽ തുറക്കരുത്. ഞാൻ വിളിക്കാം. നമ്മളെ പേടിപ്പിക്കാൻ വെറും ഭീഷണിയായിരിക്കും. ധൈര്യമായിട്ടിരിക്കും. കോൾ കട്ടായതും അവൾ മുറിയിലെ ജനാലകളെല്ലാം അടച്ച് കൊളുത്തിട്ടു. ബാത്റൂമിലും കിടക്കയുടെ അടിയിലും എല്ലാം നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാതിലടച്ച് ബോൾട്ടിട്ടു. പിന്നെ ആശ്വാസത്തോടെ കിടക്കയിൽ കയറി കിടന്നു. ആരാണ് തന്നെ വിളിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ആരും ആ സംഭവത്തെക്കുറിച്ച് പുറത്തു പറയില്ല, ഉറപ്പ്. പക്ഷേ ഇപ്പോൾ 9ാമതൊരാൾക്കു കൂടി അതറിയാം. ആരായിരിക്കും അത്? മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കിടന്നു. മുറിയിൽ ഫാൻ കറങ്ങുന്നുണ്ടായിട്ടും അവൾ വിയർത്തു കുളിച്ചു. പുറത്ത് ശക്തിയായ മഴ തുടങ്ങി. ജനാലച്ചില്ലുകളിൽ മഴവെള്ളം പതിച്ചുകൊണ്ടിരുന്നു. വേനൽ മഴയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് മൊബൈൽ കരഞ്ഞു. രാഹുൽ! എന്തായി രാഹുൽ? സുനന്ദ രാജീവിനെ വിളിച്ചിട്ടേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലാൻഡ് നമ്പർ വിളിച്ചപ്പോൾ അവർ കുടുംബത്തോടെ പുറത്തു പോയതാണെന്ന് വേലക്കാരി പറഞ്ഞു. ഇനി എന്ത് ചെയ്യും രാഹുൽ? ഞാൻ പറഞ്ഞതുപോലെ നീ മുറിക്കുള്ളിലല്ലേ ഇരിക്കുന്നത്? അതെ. നിന്റെ മമ്മി അല്ലാതെ ആര് വിളിച്ചാലും വാതിൽ തുറക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. രക്ഷയില്ലാതെ വന്നാൽ നമുക്ക് പോലീസിൽ അറിയിക്കണം. അപ്പോൾ അവരോട് സത്യമെല്ലാം തുറന്നു പറയേണ്ടി വരില്ലേ രാഹുൽ? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം പറയുന്നത് തന്നെയാണ് നല്ലത്.
ആ സമയത്ത് മുറിയുടെ മൂലയിലിരുന്ന അലമാരയുടെ വാതിൽ പതുക്കെ തുറന്നു. അതിൽ നിന്ന് ഒരാൾ താഴെ ഇറങ്ങി. അയാളുടെ തലയിൽ മുഖം പാതി മറിഞ്ഞ് ഒരു തൊപ്പി ഉണ്ടായിരുന്നു. കറുത്ത കൂളിംഗ് ഗ്ലാസും മഴക്കോട്ട് പോലുള്ള ഒരു കറുത്ത കോട്ടായിരുന്നു അയാളുടെ വേഷം. അയാൾ സാവധാനം അവൾക്ക് പിന്നിലെത്തി. പിന്നെ പോക്കറ്റിൽ നിന്നും ഒരു കഠാര പുറത്തെടുത്തു. വേഗം സംസാരിക്കേ, സമയം പോകുന്നു. അയാളുടെ പരുക്കൻ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് സുനന്ദ അലറി വിളിച്ചു. അതിനു മുമ്പ് അയാൾ അവളുടെ കഴുത്തിലൂടെ ഇടതു കൈയിട്ട് വായും മൂക്കും പൊത്തി. സുനന്ദ ഞരങ്ങി. മൊബൈൽ ഫോൺ ബെഡിലേക്ക് വീണു. ഹലോ ഹലോ സുനന്ദേ, നിനക്ക് എന്താ പറ്റിയത്? രാഹുലിന്റെ പരിഭ്രാന്തമായ സ്വരം ഫോണിലൂടെ കേൾക്കാമായിരുന്നു. ഡിസംബർ 31 വെള്ളിയാഴ്ച രാത്രി ബൈപ്പാസ് റോഡിൽ നടന്നത് എന്താണെന്ന് നിനക്കറിയാമോ? അയാൾ ക്രൂരമായി ചിരിച്ചു. സുനന്ദ ശ്വാസത്തിനായി പുളഞ്ഞു. അന്നത്തെ സംഭവത്തിന്റെ മറുപടിയാണിത്. സോറി ഡിയർ. അയാളുടെ വലതു കൈയിലിരുന്ന കഠാര സുനന്ദയുടെ കഴുത്തിൽ അമർന്നു. തൊലിപ്പുറത്ത് വെളുത്ത പാടുണ്ടായി. അതിൽ നിന്നും പൈപ്പിൽ നിന്നെന്ന പോലെ രക്തം പുറത്തേക്ക് ചീറ്റി. അവൾ കഴുത്തറുത്ത കോഴിയെപ്പോലെ പിടഞ്ഞു. കണ്ണുകൾ മിഴിഞ്ഞ് ആ ശരീരം നിശ്ചലമായി. അയാൾ കൈ സ്വതന്ത്രമാക്കിയതും അവൾ കിടക്കയിലേക്ക് വീണു. ഹലോ സുനന്ദേ, അവിടെ എന്താണുണ്ടായത്? മൊബൈൽ ഫോണിൽ നിന്നും രാഹുലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ മൊബൈൽ എടുത്ത് ഭിത്തിക്ക് നേരെ ആഞ്ഞെറിഞ്ഞു. അത് തകർന്നു തരിപ്പണമായി. ചോര പുരണ്ട കഠാര ബെഡ്ഷീറ്റിൽ തുളച്ചിട്ട് അയാളത് പോക്കറ്റിൽ തിരുകി. പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പെട്ടെന്ന് കറണ്ട് പോയി. ആ സമയം അയാൾക്ക് ധാരാളമായിരുന്നു. 10 മിനിറ്റിന് ശേഷമാണ് കറണ്ട് വന്നത്. മോളെ, നിനക്ക് ചോറ് വേണ്ടേ? സുജാത മുറിയിലേക്ക് വന്നു. ചാരിയിട്ട വാതിൽ തുറന്ന് അകത്ത് കയറി. ലൈറ്റ് ഓഫാക്കി നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? സുജാത മുറിയിലെ ലൈറ്റ് ഇട്ടു. ബെഡിലേക്ക് നോക്കി അവൾ ഇടിവെട്ടേറ്റതുപോലെ സ്തംഭിച്ചു പോയി. പിന്നെ ബംഗ്ലാവ് നടുങ്ങുന്ന ശബ്ദത്തിൽ നിലവിളിച്ചു. എന്റെ പൊന്നുമോളെ! സുജാതയുടെ നിലവിളി കേട്ട് ഡൈനിങ് ഹാളിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന പ്രതാപനും അടുക്കളയിൽ നിന്ന് വേലക്കാരിയും ഓടി വന്നു. മുറിയിലെ കാഴ്ച കണ്ട് അവരും നിലവിളിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സുനന്ദയുടെ ശരീരം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. മകളുടെ മരണത്തോടെ തളർന്നു വീണ സുജാതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സുനന്ദയുടെ കുഴിമാടത്തിനരികിൽ അവർ നിന്നു. മൈഥിലിയും രാജീവും രാഹുലും. രാഹുൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജീവിന്റെ തോളിലേക്ക് വീണു. അവൾ എന്നെ വിളിച്ചോണ്ടിരുന്ന നേരത്താണ് കൊലയാളി വന്നത്. അവളുടെ കരച്ചിൽ ഞാൻ ഫോണിലൂടെ കേട്ടതാ. കേസ് അന്വേഷിക്കുന്നത് DYSP ശരത്ചന്ദ്രനാണ്. നമ്മൾ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും. ഞാൻ ഡാഡിയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കേസ് അന്വേഷണം നടത്തും. അപകടത്തിൽപ്പെട്ട ആളെയോ അയാളുടെ ശവശരീരമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ കാർ ഇടിച്ചിട്ട് അയാൾ തന്നെയായിരിക്കുമോ ഈ കൊലയാളി? മൈഥിലിക്ക് അതായിരുന്നു സംശയം. നമ്മൾ 7 പേരും സൂക്ഷിക്കണം. ഇതൊരു പ്രതികാരത്തിന്റെ തുടക്കമാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ആ കൊലയാളി വെറുതെ വിടില്ല. രാജീവ്, എനിക്ക് ആകെ പേടിയാവുന്നു. മൈഥിലി രാജീവിന്റെ കയ്യിൽ പിടിച്ചു. ഞാനൊരു സാധ്യത പറഞ്ഞുവെന്ന് മാത്രം. അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. തനിച്ച് എവിടെയും പോകരുത്. വീട്ടിലിരിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം. ഈ പട്ടണത്തിൽ എവിടെ ഒളിച്ചിരുന്നാലും പോലീസാണ് പൊക്കിയിരിക്കും. ശരത്ചന്ദ്രൻ ഇവിടെ പുതുതായി ചാർജ് എടുത്ത ആളാണ്. മിടുക്കനാണെന്നാണ് ഡാഡി പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ ആ കൊലയാളി പോലീസിന്റെ വലയിൽ വീഴും. എനിക്ക് ഉറപ്പാ. ഡോണ്ട് വറി. ദിലീപിനോടും വിവേകിനോടുമെല്ലാം സൂക്ഷിക്കാൻ പറയണം. വിവരം അറിഞ്ഞപ്പോൾ മുതൽ അവരെല്ലാം പേടിച്ചാണ് ഇരിക്കുന്നത്. എങ്കിലും ഒന്നുകൂടി വിശദമായി ഓരോരുത്തരെയും വിളിച്ചു പറയണം. അത് മൈഥിലി ചെയ്യണം. അവൾ തലയിളക്കി. നമുക്ക് ഡോക്ടർ ആൻറ്റിയെ പോയി കാണണ്ടേ? വേണം, പക്ഷേ ഇന്ന് വേണ്ട. ശരത്ചന്ദ്രൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് നല്ലതാണ്. എല്ലാവരുമായി സംസാരിക്കാൻ അയാൾക്ക് കഴിയുമല്ലോ. രാജീവ് പറഞ്ഞു തീരും മുമ്പ് പോലീസ് എന്നെഴുതിയ ഒരു ക്വാളിസ് കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി വന്നു. അവർ മൂവരും കാറിനടുത്തേക്ക് ചെന്നു. DYSP ശരത്ചന്ദ്രനും 2 പോലീസുകാരും ക്വാളിസിൽ നിന്നിറങ്ങി. ഗുഡ് മോർണിംഗ് സർ. രാജീവ് വിഷ് ചെയ്ത് സ്വയം പരിചയപ്പെടുത്തി. നിങ്ങളാണല്ലേ രാജീവ്? ഡാഡി എല്ലാം പറഞ്ഞിരുന്നു. ഒഫീഷ്യലായി എനിക്ക് ചിലതെല്ലാം അറിയാനുണ്ട്. നിങ്ങൾ വരൂ. തീർച്ചയായും സർ.
അവർ ഗാർഡന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. വേലക്കാരി ഒരു കസേര കൊണ്ടുവന്ന് ശരത്തിന് കൊടുത്തു. ഡിസംബർ 31 വെള്ളിയാഴ്ച രാത്രി എന്താണുണ്ടായത്? ഒന്നും വിട്ടുപോകാതെ പറയണം. കസേരയിൽ അമർന്നുകൊണ്ട് ശരത്ത് പറഞ്ഞു. എല്ലാം പറയാം സർ. രാഹുൽ രാജീവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഒരു കാർ കയറി വന്ന് പോർച്ചിൽ നിന്നു. കാറിൽ നിന്നും പ്രതാപൻ ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ ആൻറ്റിക്ക് എങ്ങനെയുണ്ട് അങ്കിൾ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ എന്ന് തന്നെ വീട്ടിലേക്ക് പോരാം. സാർ, ഇത് പ്രതാപൻ അങ്കിൾ, സുജാന്ത് ആൻറ്റിയുടെ ഭർത്താവ്. രാജീവ് പ്രതാപനെ ശരത്തിന് പരിചയപ്പെടുത്തി. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം സർ. വേണ്ട മിസ്റ്റർ പ്രതാപൻ, എനിക്ക് ഇവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഓക്കെ സർ. പ്രതാപൻ വീട്ടിലേക്ക് കയറിപ്പോയി. അന്ന് എന്താണുണ്ടായത്? പറയൂ, ഒരു പോയിന്റ് പോലും മിസ്സാകരുത്. ശരത്ത് രാജീവിനെ നോക്കി. അവർ ന്യൂ ഇയർ പാർട്ടിക്ക് പോയത് മുതലുണ്ടായ സംഭവങ്ങൾ അതേപടി ശരത്തിനോട് പറഞ്ഞു. രാജീവ് മറന്നുപോയതൊക്കെ രാഹുലും മൈഥിലിയും ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ കാറിടിച്ചയാൾ മരിച്ചെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല സർ, അന്നേരത്തെ പരിഭ്രമത്തിനിടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. പോലീസ് വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാനായിരുന്നു ശ്രമം. ഒരു കുറ്റവാളിയെപ്പോലെ രാജീവ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ മകനായ നിങ്ങൾ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം. ക്ഷമിക്കണം സർ, ഒരബദ്ധം പറ്റിപ്പോയി. സാരമില്ല, കമ്മീഷണർ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം. പ്രതി കസ്റ്റഡിയിലാവുന്നവരെങ്കിലും. ഒരു സന്ദീപിന്റെ കാര്യം പറഞ്ഞല്ലോ. അവന് രാജീവിനോടും പ്രസാദിനോടും പകയുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ഉണ്ട് സർ. സന്ദീപ് സ്നേഹിച്ച പെണ്ണായിരുന്നു മൈഥിലി. അവന്റെ സ്നേഹം യഥാർത്ഥമാണെന്ന് ഇവൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവൻ സ്നേഹിച്ചത് ഇവളുടെ ശരീരത്തെയായിരുന്നു. കോളേജ് ഡേയുടെ അന്ന് മദ്യപിച്ച് വന്ന സന്ദീപും കൂട്ടുകാരും കോളേജ് ലാബിൽ വെച്ച് ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. തക്ക സമയത്ത് ഞാനും പ്രസാദ് എത്തിയതുകൊണ്ട് മൈഥിലിയെ രക്ഷിക്കാൻ കഴിഞ്ഞു. അന്നു മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും അവൻ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പെണ്ണിനെ ഞാൻ തട്ടിയെടുത്തു എന്നാണ് എൻ്റെ പേരുള്ള ആരോപണം. അതിന് പ്രസാദിനെ എന്തിനാ അവൻ തള്ളിയിടണം? സർ, അത് ഞങ്ങളുടെ സംശയം മാത്രമാണ്. കറണ്ട് പോയ സമയത്ത് പ്രസാദിനെ തള്ളിയിട്ട ആളെ അവൻ അറിയില്ല. ന്യൂ ഇയറിന്റെ അന്ന് സന്ദീപും അവന്റെ ആൾക്കാരും എന്തോ ഉദ്ദേശത്തോടെ ഹോട്ടലിൽ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവൻ പോയത്. അപ്പോ രാജീവിന്റെ ഒപ്പം നിന്നതുകൊണ്ടാണോ സന്ദീപിന് പ്രസാദിനോട് പകയുണ്ടായത്? അതും ഒരു കാരണമാണ് സർ. പ്രസാദിന്റെ സഹോദരിയോട് മോശമായി പെരുമാറിയ സന്ദീപിനെ പ്രസാദ് അടിച്ചു. മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു അത്. ഓഹോ, ഈ സന്ദീപ് വിജയരാഘവൻ എംപിയുടെ മകനാണ് അല്ലേ? അതെ സർ. വിജയരാഘവൻ നടത്തിയ അഴിമതി കഥകൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കാര്യം ശരത്ത് ഓർമ്മിച്ചു. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം. എണീറ്റുകൊണ്ട് ശരത്ത് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പ്രതാപനുമായി സംസാരിക്കട്ടെ. ശരി സർ. രാജീവും മൈഥിലിയും കാറിൽ കയറി. രാഹുൽ കുറച്ചു നേരം സുനന്ദയുടെ കുഴിമാടത്തിനരികിൽ പോയി നിന്നു, മൂകമായി യാത്ര ചോദിക്കുന്നത് പോലെ. പിന്നെ ടവേരയിൽ കയറി. രാജീവിന്റെ കാറിന് പിന്നാലെ രാഹുലിന്റെ കാറും റോഡിലേക്ക് ഇറങ്ങി. ശരത്ചന്ദ്രൻ ബംഗ്ലാവിലേക്ക് കയറി ചെന്നതും പ്രതാപൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഡോക്ടർക്ക് എങ്ങനെയുണ്ട്? നോർമലായോ? പെട്ടെന്നുണ്ടായ ഷോക്കാണ്. ഇപ്പോൾ നോർമൽ സ്റ്റേജിലാണ്. ഇനി ഹോസ്പിറ്റലിൽ കിടക്കണമെന്നില്ല. വേണമെങ്കിൽ ഡിസ്ചാർജ് ആകാം. സംഭവം നടന്ന അന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഉവ്വ് സർ, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറോ? മുകളിലത്തെ മുറിയിലായിരുന്നു. സുനന്ദയോ? അവൾക്കൊരു ഫോൺ വന്നു ലാൻഡ് ലൈനിൽ. സുജാതയാണ് മോളെ വിളിച്ച് ഫോൺ കൊടുത്തത്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭാവമാറ്റം ഉണ്ടായതായി സുജാത പറഞ്ഞു. ഫോൺ കോളിനെ കുറിച്ച് ഡോക്ടർ ചോദിച്ചില്ലേ? ഉവ്വ്, ചോദിച്ചപ്പോൾ റോങ് നമ്പർ ആണെന്നാണ് മോള് പറഞ്ഞത്. അതിനുശേഷം എന്തുണ്ടായി? നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അപ്പോഴാണ് സുജാത മോളെ ഊണ് കഴിക്കാൻ വിളിക്കാൻ ചെന്നത്. പ്രതാപൻ നിർത്തി. രാഹുലിനോട് സുനന്ദ ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ ശരത്ത് ഓർമ്മിച്ചു. കൊലയാളി നേരത്തെ വീടിനുള്ളിൽ കയറി പറ്റിയിരിക്കണം. അപരിചിതനായ ആരെങ്കിലും അന്ന് ഇവിടെ വന്നിരുന്നോ? അറിയില്ല സർ. വേലക്കാരിക്ക് അറിയാൻ പറ്റില്ലേ?
പറ്റും. എങ്കിൽ അവരെ വിളിക്ക്. സുലോചനെ. 45 കഴിഞ്ഞ വേലക്കാരി ട്രെയിൽ ചായയുമായി വന്നു. അത് ടീപ്പോയുടെ പുറത്ത് വെച്ചേക്ക്. സുലോചന അനുസരിച്ചു. സുലോചനെ, നിന്നോട് സാറിന് എന്താ ചോദിക്കാനുണ്ട്? സുനന്ദ മരിച്ചു അന്ന് പകൽ സമയത്ത് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇല്ല സർ. ഉറപ്പാണോ? പിന്നെ പിന്നെ ഞാൻ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റിലൊരു കാറ് വന്നു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. അതിലാരാണെന്ന് മനസ്സിലായോ? ഇല്ല സാർ, കറുത്ത ഗ്ലാസുകളായിരുന്നു. സുലോചന പോയിക്കോളൂ. ശരി സാർ. ശരത്തിനെ വണങ്ങി അവൾ അകത്തേക്ക് പോയി. സുനന്ദയുടെ മുറി ഒന്ന് പരിശോധിക്കണമായിരുന്നു. ശരത്ത് എണീറ്റു. വരൂ സാർ. പ്രതാപനും ശരത്തും കൂടി സുനന്ദയുടെ മുറിയിലേക്ക് ചെന്നു. പോലീസ് പൂട്ടി സീൽ വെച്ചിരുന്ന മുറി തുറന്ന് ശരത്ത് അകത്ത് കയറി. സുനന്ദയുടെ ചോര വീട് നനഞ്ഞ ബെഡ്ഷീറ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അലമാരി തുറന്ന് പരിശോധിച്ച ശരത്ത് ആ കാഴ്ച കണ്ടു. ആരോ ചവിട്ടി നിന്നതുപോലെ ഷൂസിന്റെ അടയാളം. ഒരു കാര്യം വ്യക്തമായി. വളരെ നേരത്തെ തന്നെ കൊലയാളി മുറിക്കുള്ളിൽ കയറി പറ്റിയിരുന്നു. അലമാരയിൽ ഇരുന്നു കൊണ്ടാവണം സുനന്ദയ്ക്ക് ഫോൺ ചെയ്തത്. ഫോൺ നമ്പർ ട്രേസ് ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. പരിചയസമ്പന്നനായ ആ ഉദ്യോഗസ്ഥൻ ഓർത്തു. 15 മിനിറ്റ് നേരത്തെ പരിശോധന കഴിഞ്ഞ് ശരത്ത് പുറത്തിറങ്ങി. കോൺസ്റ്റബിൾ മുറി പൂട്ടി സീല് ചെയ്തു. വരട്ടെ. ശരത്ചന്ദ്രനും സംഘവും ബംഗ്ലാവിൽ നിന്നിറങ്ങി. പോലീസ് വണ്ടി ഗേറ്റ് കടന്നതും ആശ്വാസത്തോടെ പ്രതാപൻ കസേരയിലിരുന്നു. പ്രസാദിന്റെ വീട്ടിൽ നിന്നും രാഹുൽ ഇറങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞു. കാലിന്റെ പ്ലാസ്റ്റർ വെട്ടി. പക്ഷേ നടക്കാറായിട്ടില്ല. 2 കാലിനും ബലക്കുറവ് പോലെ. ശാലിനിയെ കണ്ടപ്പോൾ സുനന്ദയെ ഓർമ്മ വന്നു. അവളുടെ ഒരു വിദൂര ഛായയുണ്ട് ശാലിനിക്ക്. സുനന്ദയെക്കുറിച്ച് ഓർത്തപ്പോൾ രാഹുലിന്റെ കണ്ണു നിറഞ്ഞു. തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൾ വീട്ടിൽ വന്ന രംഗം അവന് ഓർമ്മ വന്നു. അതിഥികളെല്ലാം പോയി കഴിഞ്ഞാണ് അവൾ വന്നത്. എത്ര നേരമായി ഞാൻ നിന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കരുതി നീ വരില്ലെന്ന്. സ്നേഹിക്കുന്ന പെണ്ണിനെ കുറച്ചു നേരം കാത്തിരുന്നാലേ സ്നേഹത്തിന്റെ വില മനസ്സിലാവൂ. അതിഥികളൊക്കെ പോയിട്ട് വന്നാലല്ലേ നിന്നെ എനിക്ക് ഫ്രീ ആയി കിട്ടുകയുള്ളൂ. വാ, ഡാഡിയും മമ്മിയും കാണാം. രാഹുൽ അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. മോൾ എന്താ വരാത്തതെന്ന് ഞാൻ ഇപ്പോഴും ഇവനോട് ചോദിച്ചതേ ഉള്ളൂ, സരസ്വതി പറഞ്ഞു. തിരക്ക് കഴിയാൻ മനഃപൂർവ്വം ഇവള് താമസിച്ചാ മമ്മി. ചേ. അവൾ നാണത്തോടെ മുഖം തിരിച്ചു. ഹലോ. അതെ, നാളെ രാവിലെ 11 മണി. മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബാഹുലയം വന്നു. ഡാഡി, സുനന്ദ. അയാൾ കൈനീട്ടി അവളുടെ തോളത്ത് തട്ടിയിട്ട് കടന്നുപോയി. ഡാഡിക്ക് എപ്പോഴും തിരക്കാം. നിന്റെ ഡാഡി മരിച്ചു കിടക്കുമ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. മമ്മിയുടെ ഫലിതം കേട്ട് രണ്ടുപേരും ചിരിച്ചുപോയി. ഡാഡിയുടെ പുതിയ സ്കോർപിയോ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വാ, ബർത്ത്ഡേ കേക്ക് മുറിച്ചത് വേണ്ടേ? നിനക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രാഹുൽ സുനന്ദയുമായി തൻ്റെ മുറിയിലേക്ക് പോയി. മേശപ്പുറത്ത് മൂടി വെച്ചിരുന്ന പാത്രം തുറന്ന് ഒരു കഷ്ണം കേക്ക് എടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിൻ്റെ പകുതി ഒടിച്ചെടുത്ത് അവൾ അവനും കൊടുത്തു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവൾ അവൻ്റെ കവളിൽ മുത്തമിട്ടുകൊണ്ട് മന്ത്രിച്ചു. ഇതാണ് നമ്മുടെ മുറി. ഈ കിടക്കയിലാണ് നമ്മുടെ ആദ്യരാത്രി. പോടാ. അവൾ കൃത്രിമ ഗൗരവത്തോടെ അവൻ്റെ തോളത്ത് തട്ടി. നിന്നെ ഞാൻ. അവിടെ കിടക്ക് കുറച്ചു നേരം. എന്താ നിന്റെ ഉദ്ദേശം? അവൾ ബെഡിൽ എണീറ്റിരുന്നു. ഇതുതന്നെ. അവളെ കരവലയത്തിൽ ഒതുക്കി കവിളിൽ ചുംബിച്ചു. ഓർക്കാപ്പുറത്തായതിനാൽ അവൾക്ക് തടയാനായില്ല. അവൾ അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. എന്താ നിന്റെ വേറും വാശിയൊക്കെ എവിടെ പോയി? എവിടെയും പോയിട്ടില്ല. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. രക്ഷയില്ല മോളെ. ഒന്നുകൂടി അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ തലോടൽ കൊതിച്ചതുപോലെ അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി. വികാരത്തിന്റെ തിരതള്ളൽ അവൾ കണ്ടു. സുനന്ദയുടെ ചിറകിലേക്ക് രക്തം പാഞ്ഞു കയറി. അവൾ അവൻ്റെ തലയിൽ അമർത്തി പിടിച്ചു. നിമിഷങ്ങൾക്ക് വേഗത പോരെന്ന് അവൾക്ക് തോന്നി. രാഹുലിന്റെ കഴുത്തിൽ ലോഹത്തിന്റെ തണുപ്പ് അനുഭവപ്പെട്ടു. അവന്റെ മധുര ചിന്തകൾ മുറിഞ്ഞു. അനങ്ങരുത്. പിന്നിൽ നിന്നും കാട്ടുപന്നി മുക്രയിടുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് അവൻ ഞെട്ടിപ്പോയി. ഓർക്കാപ്പുറത്തായതിനാൽ ടവര ഒന്ന് പൊളഞ്ഞു. നേരെ നോക്കി വണ്ടി ഓടിക്കണം. കഴിവേറി. കഴുത്തിൽ മുട്ടിയിരിക്കുന്നത്
ഖടാരയുടെ അഗ്രമാണെന്ന് അവന് മനസ്സിലായി. സുനന്ദയുടെ കൊലയാളി തന്നെയും തേടിയെത്തിയിരിക്കുന്നു. അവൻ്റെ കൈ വിറച്ചു. സ്റ്റിയറിംഗ് കൺട്രോളിൽ നിൽക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾ ആരാണ്? തിരിഞ്ഞു നോക്കാതെ അവൻ ചോദിച്ചു. പേടി കാരണം ശബ്ദം പതറി. ഡിസംബർ 31 വെള്ളിയാഴ്ച നീ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ള ഉത്തരം നിനക്ക് കിട്ടും. ഏതോ ഗഹ്വരത്തിൽ നിന്നും വരുന്ന ശബ്ദം പോലെയാണ് അവന് തോന്നിയത്. എന്നെ എന്നെ കൊല്ലരുത്. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു. ഇല്ല, നീ വേഗം കാർ വിട്, ഞാൻ പറയുന്നിടത്തേക്ക്. അയാൾ ഖടാര ഒന്ന് അമർത്തി. എങ്ങനെ രക്ഷപ്പെടുമെന്നായിരുന്നു രാഹുലിന്റെ ചിന്ത. ഡാഷ് ബോക്സിന് മുകളിലിരുന്ന ഫോൺ എടുത്ത് രാജീവിനെ വിളിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കൊള്ളും. പക്ഷെ എങ്ങനെ? ഇടത്തേക്ക്. അയാൾ പറയുന്ന വഴിയിലൂടെ രാഹുൽ കാർ വിട്ടു. തൻ്റെ അന്ത്യം ഇയാളുടെ കൈകൊണ്ടാണെന്ന് അവന് ഉറപ്പായി. സുനന്ദയെ കൊന്നതുപോലെ തന്നെയും. ശരത് സാർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവൻ സൈഡ് ഗ്ലാസ്സിലേക്ക് നോക്കി. പിറകിലിരിക്കുന്ന ആളുടെ നിഴൽ മാത്രമേ കാണാവൂ. ടോപ്പ് ലൈറ്റ് ഇടാൻ കൈ ഉയർത്തി. വേണ്ട, ലൈറ്റ് ഇടരുത്. പിന്നിൽ നിന്നും താക്കീതിന്റെ ശബ്ദം ഉയർന്നു. അവൻ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. കാർ വിജനമായ ബീച്ച് റോഡിലേക്ക് പ്രവേശിച്ചു. നിലവിളിച്ചാൽ ആരെങ്കിലും തന്റെ രക്ഷയ്ക്ക് വരുമെന്ന് അവൻ വിചാരിച്ചു. ഒരു പോലീസ് ജീപ്പ് അവർക്കെതിരെ കടന്നുപോയി. ഖടാരയുടെ മുന കഴുത്തിലമർന്നു. അതൊരു മുന്നറിയിപ്പാണെന്ന് അവന് മനസ്സിലായി. കാർ കടലിന് സമാന്തരമായി ഓടിക്കൊണ്ടിരുന്നു. മുന്നിലുള്ള ജംഗ്ഷനിൽ നിന്നും ഒരു ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് രാഹുൽ കണ്ടു. അവന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അവസാന ശ്രമമാണ്. രക്ഷപ്പെട്ടാൽ ഭാഗ്യം. കാർ ലോറിക്ക് നേരെ പാഞ്ഞു ചെന്നു. ടിപ്പറിന്റെ ഡ്രൈവർ ലോറി വെട്ടിച്ചു. വലതുവശത്തെ മതിലിലിടിച്ച് ലോറി നിന്നു. ലോറിയുടെ പിന്നിലേക്ക് കാർ ഓടിച്ചു കയറ്റി. പിന്നെ സഡൻ ബ്രേക്ക്. കാർ എടുത്തു വെച്ചതുപോലെ ടിപ്പറിനെ ചുംബിച്ചുകൊണ്ട് നിന്നു. ഡോർ വലിച്ചു തുറന്ന് അവൻ പുറത്തേക്ക് ചാടി. പിന്നെ നിലവിളിച്ചുകൊണ്ട് ഓടി. ലോറിയുടെ ഡ്രൈവറും ബീച്ചിലുണ്ടായിരുന്നവരും ഓടി വന്നു. രക്ഷിക്കണേ! രാഹുൽ അലറി. അതുവഴി പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് സംഭവം കണ്ട് നിർത്തി. രാഹുൽ ജീപ്പിന് നേരെ ഓടി. സാർ, എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലാൻ വരുന്നു. പരിസരം മറന്ന് അവൻ വിളിച്ചു കൂവി. CI രാംദാസ് രാഹുലിനെ നോക്കി. സാർ, ഞാൻ കോൺട്രാക്ടർ ബാഹുലേന്റെ മകൻ രാഹുലാണ്. കിതപ്പിനിടയിൽ അവൻ പറഞ്ഞൊപ്പിച്ചു. അച്ഛനെ അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ കുറവാണെന്ന ധാരണയിലാണ് അവൻ പറഞ്ഞത്. രാംദാസിന് ബാഹുലേയനെ പരിചയമുണ്ടായിരുന്നു. ബാഹുലേയന്റെ മോനാണോ? എന്താ കാര്യം? രാഹുൽ എല്ലാം CIയോട് പറഞ്ഞു. ആ കൊലയാളിയെ പോലീസ് തേടുന്ന വിവരം അയാൾക്കും അറിയായിരുന്നു. എവിടെ അവൻ? CI ചാടിയിറങ്ങി കാറിന് നേരെ ഓടി. പിന്നാലെ പോലീസുകാരും. അവർക്കൊപ്പം രാഹുലും ചെന്നു. കാറിനുള്ളിൽ പരിശോധിച്ച രാംദാസ് നിരാശനായി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. പോലീസുകാർ ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കി. അവൻ രക്ഷപ്പെട്ടു സർ. താൻ ആ കൊലയാളിയുടെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാൻ അപ്പോഴും രാഹുലിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നുവെങ്കിൽ അപകടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. വിവരങ്ങൾ മനസ്സിലാക്കിയ ടിപ്പറിന്റെ ഡ്രൈവറും കൊലയാളിയെ തിരയാൻ കൂടിയിരുന്നു. രാജീവിനെ വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞു. രാജീവ് അപ്പോൾ തന്നെ ശരത്ചന്ദ്രനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. അരമണിക്കൂർ കഴിഞ്ഞതും ശരത്തിന്റെ കോളി സ്പോട്ടിലെത്തി. സർ! ശരത്തിനെ കണ്ട് രാഹുൽ ഓടിച്ചെന്നു. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് സൂക്ഷിക്കണമെന്ന്, എന്നിട്ട് കേട്ടോ? ഇങ്ങനൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സർ. ഏതായാലും തനിക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാ ആയുസ് നീട്ടിക്കിട്ടിയത്. തന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. രാജീവാണോ? എന്തായടോ, അയാളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? ശരത്ത് രാംദാസിനോട് ദേഷ്യപ്പെട്ടു. സോറി സർ. CIയുടെ തല കുനിഞ്ഞു. വണ്ടിയിൽ കയറ്, ഞാൻ വീട്ടിൽ വിടാം. ശരത്ത് പറഞ്ഞപ്പോൾ രാഹുലിന് ആശ്വാസമായി. എടോ, ഇവന്റെ കാറെടുത്ത് പിന്നാലെ പോരെ? സർ. രാഹുൽ ശരത്തിന്റെ കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി. കൊലയാളുടെ മുഖം വ്യക്തമായി കണ്ടോ? ഇല്ല സർ, കാറിനുള്ളിൽ വെളിച്ചമില്ലായിരുന്നു. ടോപ്പ് ലൈറ്റ് ഇടാൻ അയാൾ സമ്മതിച്ചുമില്ല. അവൻ എവിടെ നിന്നായിരിക്കും കാറിൽ കയറിയത്? എന്തെങ്കിലും ഊഹം? ഞാൻ പ്രസാദിനെ കാണാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നായിരിക്കണം സർ. ഞാൻ പറഞ്ഞില്ലേ അന്ന് കാറിലുണ്ടായിരുന്ന എല്ലാവരും സൂക്ഷിക്കണമെന്ന്, അവനെ കയ്യിൽ കിട്ടുന്നത് വരെ, ശരത് പറഞ്ഞു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.